നമസ്കാരം. ഞാൻ ഡോക്ടർ അരുൺ തങ്കപ്പൻ, പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് കാർഡിയോതൊറാസിക് സർജൻ. എല്ലാവർക്കും ഹൃദയരോഗങ്ങളെക്കുറിച്ചൊക്കെ വളരെ ഒരു പേടിയും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഒട്ടുമിക്കവർക്കും ഹൃദയരോഗങ്ങളെക്കുറിച്ച് ഒരു ഐഡിയയും ഉണ്ട് താനും. അപ്പോൾ നമുക്ക് ഹൃദയരോഗം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലെത്തുന്നത് ഹൃദയത്തിൻ്റെ രക്തധമനിയിലുള്ള ബ്ലോക്കുകൾ അഥവാ കൊറോണറി ആർട്ടറി ഡിസീസിനെ കുറിച്ചാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക. ഇതിന് ഉള്ള ട്രീറ്റ്മെൻറ്റായിട്ടുള്ള ബൈപ്പാസ് ഓപ്പറേഷനുകളും പിന്നെ ആൻജിയോപ്ലാസ്റ്റിയും ഇതെല്ലാം നമുക്ക് ഏകദേശം സുപരിചിതമാണ്. ഇതുപോലെ തന്നെ ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഹൃദയത്തിൻ്റെ വാൽവുകളിലുള്ള അസുഖങ്ങൾ, അതായത് അതിന് വേണ്ടുന്ന ചികിത്സകളും. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം. അപ്പം ഹൃദയത്തിന് 4 വാൽവുകളാണുള്ളത്, 4 അറകളും 4 വാൽവുകളും. ഈ 4 വാൽവുകളെന്ന് പറയുന്നത് ഇടതുവശത്ത് 2ഉം വലതുവശത്ത് 2ഉം. വലതുവശത്തുള്ള 2 നമുക്ക് ട്രൈകസ്പിഡ് വാൽവെന്നും പൾമണറി വാൽവെന്നും വിളിക്കുമ്പോൾ ഇടതുവശത്തുള്ള വാൽവുകളെ നമുക്ക് മൈട്രൽ വാൽവെന്നും പിന്നെ അയോട്ടിക് വാൽവെന്നുമാണ് വിളിക്കുക. ഇനി ഇതിൽ ഏറ്റവും സാധാരണമായിട്ട് കാണുന്ന അസുഖം മൈട്രൽ വാൽവിനും അയോട്ടിക് വാൽവിനും, അഥവാ ഇടതുവശത്തെ ചെറിയ അറയും വലിയ അറയും തമ്മിലുള്ള മൈട്രൽ വാൽവിനും വലിയ അറയും മഹാരക്തധമനിയും തമ്മിലുള്ള ഇടയ്ക്കുള്ള അയോട്ടിക് വാൽവിനുമാണ് ഏറ്റവും കൂടുതൽ സാധാരണയായിട്ട് അസുഖങ്ങൾ കാണുക. ഇനി കുട്ടികളിൽ ട്രൈകസ്പിഡ് വാൽവിൻ്റെ അസുഖങ്ങളും സാധാരണഗതിയിലും പൾമോണിക് വാൽവിൻ്റെ അസുഖങ്ങളും കാണാറുണ്ട്. ഇനി നമുക്ക് ഈ ഇത്തരം വാൽവുകളുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. എന്നുവെച്ചാൽ വാൽവിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിന് ഒരു സൈഡിലേക്ക് മാത്രം, അല്ലെങ്കിൽ ഒരു അറയിൽ നിന്ന് മറ്റേ അറയിലേക്ക്, അല്ലെങ്കിൽ ഒരു അറയിൽ നിന്ന് ധമനിയിലേക്ക് മാത്രം കടത്തിവിടുക എന്നുള്ളതാണ് ഒരു വാൽവിൻ്റെ പ്രവർത്തനം. ഇനി അതിൽ തടസ്സങ്ങളോ അല്ലെങ്കിൽ ലീക്കോ എന്നുവെച്ചാൽ ചുരുക്കമോ ലീക്കോ, ഇത് രണ്ടുമാണ് സാധാരണഗതിയിൽ നമുക്ക് വാൽവിൻ്റെ ഒരു അസുഖമായിട്ട് പറയുന്നത്. അപ്പം ലീക്കിനെ നമ്മൾ റീഗർജിറ്റേഷൻ, അപ്പം മൈട്രൽ റീഗർജിറ്റേഷൻ, അയോട്ടിക് റീഗർജിറ്റേഷൻ എന്നീ പേരുകളിൽ വിളിക്കും. ഇനി ചുരുക്കമാണെങ്കിൽ വാൽവിൻ്റെ ചുരുക്കം, അത് ചിലപ്പോൾ കാൽഷ്യം അടിഞ്ഞിട്ടാകാം, അല്ലാതെയും ആകാം. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ചുരുക്കങ്ങളെ നമ്മൾ സ്റ്റിനോസിസ് എന്നാണ് പറയുക. അപ്പോൾ മൈട്രൽ സ്റ്റെനോസിസ് ഉണ്ട്, അയോട്ടിക് സ്റ്റെനോസിസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന വാൽവിൻ്റെ, ഹൃദയത്തിൻ്റെ വാൽവിനുള്ള അസുഖങ്ങൾ. ഇനി ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ 2 കാരണങ്ങളാണ് പറയുക. ഒന്ന് റുമാറ്റിക് ഫീവർ അഥവാ റുമാറ്റിക് ഹാർട്ട് ഡിസീസ്, പിന്നെ രണ്ടാമത്തേത് ഡീജനറേറ്റീവ് ഡിസീസുകൾ. അപ്പം ഈ റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ സംഭവിക്കുന്ന വെച്ചാൽ നമുക്ക് വളരെ ചെറുപ്പത്തിൽ റുമാറ്റിക് ഫീവർ അഥവാ രക്തവാതം അല്ലെങ്കിൽ വാതപ്പനി എന്ന് പറയുന്ന ഒരു അസുഖം വരുന്നു. അത് സ്ട്രെപ്റ്റോകോക്കൽ എന്ന് പറയുന്ന ഒരു രോഗാണു കൊണ്ടുണ്ടാകുന്ന തൊണ്ടവേദനയും അതിൽ നിന്ന് ഉണ്ടാകുന്ന ചില അസുഖങ്ങളുമാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ റുമാറ്റിക് ഫീവർ അഥവാ വാതപ്പനി എന്ന് പറയുക. അപ്പോൾ അത് വളരെ ചെറുപ്പത്തിലാണ് ഉണ്ടാകുന്നത്. ഈ ചെറുപ്പത്തിലുണ്ടാകുന്ന ഈ ഒരു അസുഖം കൊണ്ട് ഹൃദയത്തിൻ്റെ വാൽവുകളെ എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ ഇത്തരം അസുഖം ഉണ്ടാകുമ്പോൾ ഈ അസുഖം ഉണ്ടാക്കുന്ന രോഗാണുവിൻ്റെ ശരീരത്തിലുണ്ടാകുന്ന ചില രാസപദാർത്ഥങ്ങൾ, അപ്പം ഈ രോഗാണുവിന് എഗെയിൻസ്റ്റായിട്ട് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ആൻറ്റിബോഡീസ് അഥവാ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയുടെ ഭാഗങ്ങൾ, ഇത് നമ്മുടെ ശരീരത്തിലെ തന്നെ വാൽവുകളും സന്ധികളിലും ഉണ്ടാകുന്ന ചില രാസപദാർത്ഥങ്ങളെ ഈ രോഗാണുവിൻ്റെ ശരീരത്തിലുണ്ടാകുന്ന രാസപദാർത്ഥങ്ങളുമായിട്ട് ഒരു സാമ്യമുള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഹൃദയത്തിൻ്റെയും ഈ പറഞ്ഞ പോലെ സന്ധികളിലെയും ചില ഭാഗങ്ങളെ നമ്മുടെ തന്നെ രോഗപ്രതിരോധ ശേഷി ആക്രമിക്കുന്നു. അപ്പോൾ ഇതാണ് ഈ റുമാറ്റിക് ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ റുമാറ്റിക് വാൽവുലാർ ഡിസീസിൻ്റെ ഒരു തുടക്കമാകുന്നത്. അപ്പം വളരെ ചെറുപ്പത്തിലാണ് ഇതിൻ്റെ തുടക്കം. പക്ഷേ വാൽവിനും സന്ധികൾക്കും ഉണ്ടാകുന്ന ഈ ഒരു തകരാറ് ഒരു 20-30 വർഷത്തിന് ശേഷമാണ് അത് പ്രകടമാകുന്നത്. അപ്പം അതുവരെ ഇതിനെപ്പറ്റിയൊന്നും നമ്മൾ അറിയുക പോലും ഇല്ല. അപ്പോൾ ഒരു 10-20 വർഷം അല്ലെങ്കിൽ 30 വർഷത്തിന് ശേഷം നമ്മുടെ വാൽവിനോ അല്ലെങ്കിൽ സന്ധികൾക്കോ ഒരു തകരാറ് സംഭവിക്കുമ്പോൾ മാത്രമാണ് നമുക്കിതിനെപ്പറ്റി അറിയപ്പെടുന്നത്. ഇനി ഇത് സാവധാനം കൂടി വരുന്നൊരു കാര്യമാണ്. അപ്പം ഒരു 10-20 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഉണ്ടാകുന്നു. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ആ വാൽവിൻ്റെ ചുരുക്കമോ അല്ലെങ്കിൽ ലീക്കോ കാലക്രമേണ സാവധാനം അത് കൂടി വരികയും ചെയ്യുന്നു. അപ്പം അതിൻ്റെ ആദ്യ ഘട്ടങ്ങളിലൊന്നും നമ്മൾ ഇതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാത്ത സ്ഥിതിക്കും ഇതിനെപ്പറ്റി നമ്മൾ അറിയുക പോലുമില്ല. പക്ഷേ കാലക്രമേണ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ കൂടി വരാൻ തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഒന്ന് ശ്വാസതടസ്സം അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ, പിന്നെ വ്യായാമം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അധികം വ്യായാമം ചെയ്യാൻ പറ്റാതിരിക്കുക. മൂന്നാമത്തേത് നമ്മുടെ ഹൃദയമിടിപ്പിലുള്ള വേരിയേഷൻ അഥവാ അരിത്മിയസ് എന്ന് പറയും. ഹൃദയമിടിപ്പ് വല്ലാതെ കൂടുക അല്ലെങ്കിൽ വല്ലാതെ താഴ്ന്നു പോവുക, ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കുക. പിന്നെ ശ്വാസകോശങ്ങളിൽ നീര് കയറുക അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് കൂടുക. പിന്നെ വാൽവിനും ഹാർട്ടിനും ഇൻഫെക്ഷൻ വരിക അഥവാ ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് എന്ന് പറയുന്ന ചില അസുഖങ്ങൾ.
അപ്പം ഇത്തരം കാര്യങ്ങളിലൂടെയാണ് നമ്മൾ പിന്നെ അത് കടന്നു പോവുക. അപ്പോൾ കാലക്രമേണ ഇത് വളരെ കൂടുതലാകുകയും ശ്വാസം മുട്ടൽ കൂടുക അല്ലെങ്കിൽ ഈവൻ കാർഡിയക് അറസ്റ്റ് അഥവാ ഹൃദയസ്തംഭനം വരെ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ ഇത് കടന്നു പോകാം. അപ്പം ഇതാണ് ഒരു വാൽവ് അസുഖം കൊണ്ടുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ. ഇനി നമുക്ക് വാൽവിന് ഞാൻ പറഞ്ഞ പോലെ മൈട്രൽ വാൽവിന് അസുഖങ്ങളുണ്ട്, അയോട്ടിക് വാൽവിന് അസുഖങ്ങളുണ്ട്, ട്രൈക്കസ്പിഡ് വാൽവ്, പൾമോണിക് വാൽവ്. അപ്പം ഇതിൻ്റെ എങ്ങനെ ഇത് മനസ്സിലാക്കാൻ പറ്റും? പലതരം ടെസ്റ്റുകളുണ്ട്. നമുക്ക് ഇനീഷ്യലി കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളാണ് അതിന് വേണ്ടത്. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ബാക്കിയുള്ള ഘടകങ്ങളുടെ പ്രവർത്തനം എങ്ങനെയെന്നുള്ള അറിയാനും കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയെന്ന് അറിയാനും ഒക്കെയുള്ള ഘടകങ്ങൾ. പിന്നെ വിളർച്ചയുണ്ടോ എന്നറിയാനുള്ള ഹീമോഗ്ലോബിൻ്റെ അളവ് അളക്കുക. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റിലൂടെ മനസ്സിലാക്കുക. ഇനി ECG ഉണ്ട്. ECGയിൽ നമുക്ക് ഹാർട്ടിൻ്റെ ചേംബർ അഥവാ ഹാർട്ടിൻ്റെ അറകളിലുള്ള വലിപ്പ കൂടുതൽ, അല്ലെങ്കിൽ മസിലിൻ്റെ തടിപ്പ് കൂടുതലുള്ളത്, അല്ലെങ്കിൽ പ്രഷർ കൂടുന്നതുകൊണ്ടോ, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ അറകളിൽ ചില അറകളിൽ പ്രഷർ കൂടുന്നതുകൊണ്ടോ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ നമുക്ക് ECGയിൽ മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ശരിക്കും നമുക്ക് വാൽവിൻ്റെ ഒരു പ്രവർത്തനം അറിയണമെങ്കിൽ അത് എക്കോ ആണ് അതിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ്. എക്കോ കാർഡിയോഗ്രാം എന്നറിയപ്പെടുന്ന ഹാർട്ടിൻ്റെ സ്കാൻ, അതാണ് ഇതിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് വാൽവിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്നും അതിൻ്റെ ലീക്ക് എത്രത്തോളം അല്ലെങ്കിൽ ചുരുക്കം എത്രയെത്തുണ്ടെന്നും അറിയാൻ പറ്റും. പിന്നെ പലതരത്തിലുള്ള പ്രഷറുകൾ, ഈ ചുരുക്കം കൊണ്ടോ ലീക്ക് കൊണ്ടോ ഉണ്ടാകുന്ന ഉള്ളിലുണ്ടാകുന്ന പ്രഷറിൻ്റെ വ്യതിയാനങ്ങളും നമുക്ക് എക്കോയിൽ അറിയാൻ പറ്റും. എത്രത്തോളം വാൽവിൻ്റെ ലീക്ക് ചുരുക്കമുണ്ടെന്നും ഏതൊക്കെ വാൽവിനാണ് ലീക്ക് അല്ലെങ്കിൽ ചുരുക്കമുള്ളതെന്നും, ഇനി അത് കൂടാതെ തന്നെ ഹാർട്ടിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്നും അതിൻ്റെ പമ്പിങ് ഫങ്ഷൻ എങ്ങനെയെന്നും ഒക്കെ നമുക്ക് എക്കോയിൽ അറിയാൻ പറ്റും. ഇതിന് ഉപരിയായിട്ട് നമുക്ക് ചില അഡീഷണൽ ആയിട്ടുള്ള എക്കോയിലൂടെ ചെയ്യാവുന്ന ഈ ട്രാൻസ് ഈസോഫാജിയൽ എക്കോ അഥവാ അന്നനാളത്തിലൂടെ എക്കോയുടെ ട്യൂബ് കടത്തി ഹാർട്ടിൻ്റെ പുറകിലൂടെ ഹാർട്ടിനെ കൂടുതലായി നന്നായി കാണുന്ന രീതിയിൽ പഠിക്കുക. അതാണ് ട്രാൻസ് ഈസോഫാജിയൽ എക്കോ. നമ്മൾ സാധാരണ ചെയ്യുന്ന ട്രാൻസ് തൊറാസിക് എക്കോ എന്ന് പറയും. എന്ന് വെച്ചാൽ നെഞ്ചിൻ്റെ പുറത്ത് എക്കോ സ്കാനിൻ്റെ പ്രോബ് വെച്ച് ചെയ്യുന്നതാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഹാർട്ടിൻ്റെ ഉള്ളിലുള്ള പ്രഷറുകൾ അളക്കാൻ വേണ്ടിയിട്ടുള്ള സ്വാൻ ഗാൻസ് കത്തീറ്ററുകൾ യൂസ് ചെയ്ത് നമുക്ക് വാൽവിൻ്റെ പ്രവർത്തനത്തിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ ഉപരിയായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ആൻജിയോഗ്രാമാണ്. ഇപ്പം 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ആൻജിയോഗ്രാം മസ്റ്റാണ്. എന്ന് വെച്ചാൽ ഹാർട്ടിൻ്റെ രക്തക്കുഴലിലെ ബ്ലോക്കുകൾ അറിയണമെങ്കിൽ ആൻജിയോഗ്രാം ചെയ്താലേ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഹാർട്ടിൻ്റെ വാൽവുകൾക്കുണ്ടാകുന്ന തകരാറുകൾ എങ്ങനെ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഇനി ഹാർട്ടിൻ്റെ ഒരു ലീക്കുണ്ട് അല്ലെങ്കിൽ ഒരു ചുരുക്കമുണ്ട്, ഹാർട്ടിൻ്റെ വാൽവിന് ലീക്കോ ചുരുക്കമുണ്ട്. അപ്പോൾ ഇനി എങ്ങനെ അത് നമ്മൾ ഡീൽ ചെയ്യാമെന്നതാണ്. ഇതിൻ്റെ ആദ്യഘട്ടങ്ങളിൽ നമ്മളെപ്പോഴും മരുന്ന് കൊണ്ടാണ് ചികിത്സിക്കുക. മരുന്ന് കൊണ്ടെന്ന് വെച്ചാൽ ഹാർട്ടിൻ്റെ ഉള്ളിലെ പ്രഷറുകൾ കുറയ്ക്കാനായിട്ട്, ഹാർട്ടിനുള്ളിലെ നീര് കുറയ്ക്കാനായിട്ട്, നമ്മൾ യൂറിനിലൂടെ കൂടുതലായിട്ട് നീര് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടുള്ള ഡയൂററ്റിക്സ് എന്ന് പറയുന്ന ഫ്രൂസമൈഡ്, ലാസിക്സ്, ഫ്രൂസമൈഡ് അഥവാ ടോർസിമൈഡ് എന്ന് പറയുന്ന ടൈഡ്, അങ്ങനത്തെ ചില മരുന്നുകൾ കൊടുത്തിട്ടാണ് ശരീരത്തിലെ നീരിൻ്റെ അളവ് കുറയ്ക്കുക. അപ്പം ലങ്സിലേക്കുള്ള കയറുന്ന നീരിൻ്റെ അളവ് കുറയുകയും ശ്വാസത്തിൻ്റെ തിങ്ങൽ കുറയുകയും ചെയ്യും. ഇനി രണ്ടാമത്തേത് ഈ വാൽവിൻ്റെ ചുരുക്കം കൊണ്ടുണ്ടാകുന്ന, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ അരിത്മിയാസ് അഥവാ ഹാർട്ടിൻ്റെ മിടിപ്പിലുള്ള വേരിയേഷൻസ്. അപ്പോൾ ഈ മിടിപ്പിലെ വേരിയേഷൻസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ, ഡിജോക്സിൻ അഥവാ ബീറ്റ ബ്ലോക്കേഴ്സ്, ഇത്തരം മരുന്നുകൾ കൊടുത്തിട്ട് ഹാർട്ടിൻ്റെ മിടിപ്പിൻ്റെ അളവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തോത് കറക്റ്റാക്കി കൊണ്ടുപോവുക. ഇനി ഹാർട്ടിൻ്റെ ഫെയിലിയർ ഉണ്ടെങ്കിൽ, ഹാർട്ടിൻ്റെ പമ്പിങ് ഫങ്ഷൻ കുറവാണെങ്കിൽ അത് ബെറ്ററാക്കാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള മരുന്നുകളുണ്ട്. AC ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഈ എനലാപ്രിൽ, റാമിപ്രിൽ പോലത്തെ മരുന്നുകൾ, പിന്നെ ARBs എന്ന് പറയുന്ന ടെൽമിസാറ്റാൻ, മെറ്റോസ്, അങ്ങനത്തെ സാധനങ്ങൾ, അത്തരം മരുന്നുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഇതിനു വേണ്ടി കൊടുക്കുക. ഇനി ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മരുന്നുകൾക്കല്ല, അതിന് ഒന്നെങ്കിൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇൻ്റർവെൻഷൻ, ഈ രണ്ട് രീതിയിലൂടെയാണ് നമ്മളതിനെ ഡീൽ ചെയ്യുന്നത്. അപ്പം വാൽവിൻ്റെ ചുരുക്കം നമുക്ക് ഇൻ്റർവെൻഷനിലൂടെ എങ്ങനെ ഡീൽ ചെയ്യാമെന്ന് വെച്ചാൽ, അത് ബലൂൺ കടത്തിയിട്ട് വികസിപ്പിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് വാൽവുകളെ വികസിപ്പിക്കുക. അതിനെ ബലൂൺ അയോട്ടിക് വാൽവോട്ടമി അല്ലെങ്കിൽ ബലൂൺ മൈട്രൽ വാൽവോട്ടമി എന്നാണ് അറിയപ്പെടുന്നത്. അത് ഓപ്പറേഷനല്ല, അത് നമ്മുടെ രക്തധമനി കൂടെ, കാലിലെയോ കയ്യിലോ രക്തധമനി കൂടെ ഒരു ബലൂൺ കടത്തി വാൽവിനുള്ളിലേക്ക് വെച്ച് ചുരുങ്ങിയിരിക്കുന്ന വാൽവിനെ വികസിപ്പിക്കുക. അപ്പോൾ അതിനെയാണ് ബലൂൺ മൈട്രൽ വാൽവോട്ടമി അല്ലെങ്കിൽ അയോട്ടിക് വാൽവോട്ടമി എന്ന് പറയുക. ഇത് ചുരുക്കം പേർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ഈ ചുരുക്കം പേർക്ക് അത് ചെയ്യാവുന്നവർക്ക് ഇനീഷ്യലി ചെയ്യാവുന്ന ഒരു ഇൻ്റർവെൻഷനാണ്. ഇനി ഇതിനും അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാൽവിൽ കാൽഷ്യം മറ്റും അടിഞ്ഞ് വല്ലാതെ കട്ടി കൂടി കഴിഞ്ഞാൽ അത് നമുക്കത് ബലൂൺ കടത്തി വികസിപ്പിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ സാധാരണഗതിയിൽ ഓപ്പറേഷൻ പറയുക. ഇനി ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരമാണ്.
ഒന്ന് റിപ്പയറാണ്, രണ്ടാമത്തേത് റീപ്ലേസ്മെൻ്റാണ്. റിപ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൽവ് ചുരുങ്ങിയിരിക്കുന്ന വാൽവുകളാണെങ്കിലും അല്ലെങ്കിൽ ലീക്കുള്ള വാൽവുകളാണെങ്കിലും അത് വളരെ മോശമല്ലെങ്കിൽ അതിനെ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം തനതായിട്ടുള്ള സ്വതവേയുള്ള വാൽവിനെ നമ്മൾ അവിടെ തന്നെ വെച്ച് അതിൻ്റെ വലിപ്പ കൂടുതലിനെ കുറയ്ക്കുകയും അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള ചുറ്റളവ് കുറയ്ക്കാനുള്ള തരത്തിലുള്ള റിങ്ങുകൾ പ്ലേസ് ചെയ്യുകയും ചെയ്ത്, അല്ലെങ്കിൽ അത് കൂടുതലായിട്ടുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റി അങ്ങനെ റിപ്പയർ ചെയ്യുക. ഇതാണ് റിപ്പയർ എന്ന് പറയുക. ഇനി ഇതും ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പേർക്കേ ചെയ്യാൻ പറ്റുള്ളൂ, അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇനി റിപ്പയറിൻ്റെ ഒരു ചെറിയൊരു ഒരു ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി റിപ്പയർ ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞാൽ അത് പിന്നെയും ഫെയിൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ രണ്ടാമതൊരു ഓപ്പറേഷൻ വേണ്ടി വരാം. അപ്പം ഒരു റിലയബിൾ ആയിട്ട് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല എങ്കിൽ, അങ്ങനെയാണ് കാണുന്നതെങ്കിൽ പിന്നെ വാൽവ് മാറ്റി വയ്ക്കലാണ് അതിൻ്റെ ചികിത്സ. അപ്പം ഇനി വാൽവ് മാറ്റി വയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വാൽവ് മാറ്റി വയ്ക്കുന്നതിന് നമ്മൾ സാധാരണഗതിയിൽ 2 തരത്തിലുള്ള വാൽവുകളാണുള്ളത്. ഒന്ന് മെക്കാനിക്കൽ വാൽവുകൾ, രണ്ടാമത്തേത് ബയോപ്രോസറ്റിക് വാൽവുകൾ. പിന്നെ കടാവറിക് വാൽവുകളും ഉണ്ട്, അത് സാധാരണ നമ്മളധികം ഉപയോഗിക്കുന്നതല്ല. അപ്പോൾ ഈ സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്ന 2 ടൈപ്പ് വാൽവുകളാണ്. ഒന്ന് മെക്കാനിക്കൽ വാൽവാണ്, രണ്ടാമത്തേത് ബയോപ്രോസറ്റിക് വാൽവാണ്. ഇനി ഈ മെക്കാനിക്കൽ വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൈറ്റാനിയം, കാർബൺ, സ്റ്റീൽ എന്നിങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ സബ്സ്റ്റൻസുകൾ ഉണ്ടാക്കുന്ന വാൽവാണ് ഈ മെക്കാനിക്കൽ വാൽവ്. അപ്പം അത് നമ്മളൊരു 65 വയസ്സിന് താഴെയുള്ള ചോടയുള്ള യങ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് അത് കൂടുതലും വെക്കുക. കാരണം ഹാർട്ടിൻ്റെ ഫങ്ഷൻ കൂടുതലായിരിക്കും. അപ്പം കൂടുതൽ ഡ്യൂറബിൾ ആയിട്ടുള്ള വാൽവുകൾ ഉണ്ടായാൽ മാത്രമേ അത് കൂടുതൽ കാലം നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ഈ മെക്കാനിക്കൽ വാൽവിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അത് വളരെ കാലം നിൽക്കുന്ന, വളരെ സേഫായിട്ട് നിൽക്കുന്ന ഒരു വാൽവാണ്. പക്ഷേ അതിൻ്റെ ഒരു ഡ്രോബാക്ക് ഉണ്ട്. ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ മെക്കാനിക്കൽ വാൽവ് ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഇതിൽ രക്തം കെട്ടാതിരിക്കാനായിട്ട് ചില മരുന്നുകൾ കഴിക്കേണ്ടതുണ്ട്. ഇപ്പം അസിട്രോം, വാർഫറിൻ എന്നീ പറയുന്ന രക്തം കെട്ടാതിരിക്കാനുള്ള മരുന്നുകൾ നമ്മൾ ജീവിതകാലം മുഴുവനും കഴിക്കണം ഈ ഒരു വാൽവ് ഇരിക്കുമ്പോൾ. ഇനി അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തോത് വളരെ കൂടാൻ പാടില്ല. വളരെ തോത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്തസ്രാവം ഉണ്ടാക്കാം. അത് തലച്ചോറിലേക്കോ അല്ലെങ്കിൽ വയറിനുള്ളിലേക്കോ ഒക്കെ രക്തസ്രാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ തോത് വളരെ കൃത്യമായിട്ട് നമ്മൾ കണ്ട് INR എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്ത് കൃത്യമായി കൊണ്ടു നടക്കണം. ഇല്ലെങ്കിൽ അത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ഒരു 65 വയസ്സിന് മുകളിലുള്ളവരും അല്ലെങ്കിൽ വളരെ യങ് ആയിട്ടുള്ള കുട്ടികളിലും മറ്റുമായിട്ട് ഈ മെക്കാനിക്കൽ വാൽവ് നമ്മൾ സാധാരണ വയ്ക്കാറില്ല. അതിന് നമ്മൾ സാധാരണ ഇതിൽ പ്രിഫർ ചെയ്യുന്നത് ബയോപ്രോസ്തറ്റിക് വാൽവ് എന്ന് പറയുന്ന വാൽവുകളാണ്. ഇനി ഈ ബയോപ്രോസ്തറ്റിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ മൃഗങ്ങളുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ ഹാർട്ടിൻ്റെ ഭാഗങ്ങളോ വാൽവിൻ്റെ ഭാഗങ്ങളോ അല്ലെങ്കിൽ ഹാർട്ടിന് ചുറ്റുമുള്ള സഞ്ചി, പെരിക്കാർഡിയം എന്ന് പറയുന്ന ഒരു സഞ്ചിയുണ്ട് ഹാർട്ടിന് ചുറ്റും. അത് നമുക്കുമുണ്ട്, മൃഗങ്ങൾക്കുമുണ്ട്. അപ്പം അത് ആ ഒരു ഭാഗം എടുത്തിട്ട് അതിൽ നിന്നും ഫാഷൻ ചെയ്തെടുക്കുന്ന വാൽവുകളാണ് ഈ ബയോപ്രോസ്തറ്റിക് വാൽവുകൾ. അത് പെരിക്കാർഡിയൽ വാൽവുകളുണ്ട്, അല്ലെങ്കിൽ പോഴ്സൈൻ വാൽവുകൾ. അത് ഹാർട്ടിൻ്റെ ഭാഗങ്ങൾ തന്നെ, ഹാർട്ടിൻ്റെ വാൽവിൻ്റെ ഭാഗങ്ങൾ തന്നെ വെച്ചുണ്ടാക്കുന്ന വാൽവുകളുണ്ട്. ഇല്ലെങ്കിൽ ഈ പെരിക്കാർഡിയം എന്ന് പറയുന്ന ഹാർട്ടിനെ ചുറ്റി നിൽക്കുന്ന ആ സഞ്ചി അതെടുത്തിട്ട് അതുകൊണ്ടുണ്ടാക്കുന്ന വാൽവുകളും ഉണ്ട്. അപ്പം ഇതാണ് ബയോപ്രോസ്തറ്റിക് വാൽവുകൾ. ഇനി ഈ ബയോപ്രോസ്തറ്റിക് വാൽവിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഈ രക്തം കട്ടപ്പെട്ടാതിരിക്കാനുള്ള ഈ മരുന്നുകൾ അത് നമുക്ക് അധികം കഴിക്കണ്ട. ഒരു 3 മാസം മറ്റും കഴിച്ചിട്ട് അത് വേണമെങ്കിൽ നിർത്താം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന അതിൻ്റെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ രക്തസ്രാവം ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ ഈ INR കൂടി നിൽക്കുന്നതിൻ്റെ പ്രശ്നങ്ങളോ ഒക്കെ നമുക്ക് കഴിവതും ഒഴിവാക്കാം. അപ്പം 65 വയസ്സിന് മുകളിലുള്ളവർക്കും പിന്നെ വളരെ ചെറുപ്പക്കാർക്കും നമ്മൾ സാധാരണഗതിയിൽ ഇതാണ് പ്രിഫർ ചെയ്യുക. അപ്പോൾ ഇതാണ് 2 തരത്തിലുള്ള സാധാരണഗതിയിൽ വെക്കുന്ന വാൽവുകൾ. പിന്നെ കടാവറിക് വാൽവുകളുണ്ട്. അത് നമ്മൾ സാധാരണ ചെയ്യാത്തതെന്ന് ഞാൻ അതിനെപ്പറ്റി അധികം പറയുന്നില്ല. ഇനി പുതുതായിട്ട് നൂതനമായിട്ടുള്ള പല കാര്യങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മളിപ്പം ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അത് തുറന്നുള്ള ഓപ്പറേഷൻ ഉണ്ട്, പിന്നെ മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള കാർഡിയക് സർജറികളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്യുന്ന പോലെ ചെറിയ ദ്വാരങ്ങളിലൂടെ ഉള്ള ഓപ്പറേഷൻ. അപ്പോൾ അതിൽ വലിയ മുറിവുകൾ ഉണ്ടാവില്ല, പെട്ടെന്ന് ജോലിയിലേക്ക് കയറാൻ പറ്റും. അങ്ങനെയുള്ള ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള രീതികളാണ്. പിന്നെ ഇതുമല്ലാതെ ഉള്ള ഏറ്റവും പുതിയ രീതികളെന്ന് പറയുന്നത് നമുക്ക് ടാവി അഥവാ ട്രാൻസ് കത്തീറ്റർ അയോട്ടിക് വാൽവ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന ഒരു രീതിയാണ്. അത് ഓപ്പറേഷൻ അല്ല, അത് നമ്മുടെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് പോലെ തന്നെ കാലിലൂടെ ഒരു വാൽവ് ഉള്ളിലേക്ക് കടത്തി, രക്തധമനിയിലൂടെ ഉള്ളിലേക്ക് കടത്തി അത് ആ വാൽവിൻ്റെ ഭാഗത്ത് കൊണ്ടുപോയി അത് ഡിപ്ലോയ് ചെയ്യാം. അതിനെയാണ് ട്രാൻസ് കത്തീറ്റർ അയോട്ടിക് വാൽവ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുക. അതും ഒരു നൂതനമായിട്ടുള്ള രീതിയാണ്. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല, എന്നാൽ പോലും സെലക്ട് ആയിട്ടുള്ള പേഷ്യൻസിന് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈവൻ നേരത്തെ വാൽവ് മാറ്റിവെച്ചവരാണെങ്കിൽ തന്നെ, ഇപ്പോൾ ബയോപ്രോസ്തറ്റിക് ചില വാൽവുകൾ, എല്ലാ വാൽവുകളും അല്ല,
ബയോപ്രോസ്തറ്റിക് ചില ബയോപ്രോസ്തറ്റിക് വാൽവുകൾ നേരത്തെ മാറ്റി വെച്ചവർക്ക് പിന്നീട് പിൽക്കാലത്ത് ആ വാൽവ് കേടാകുകയോ അല്ലെങ്കിൽ ചുരുക്കം വരികയോ ചെയ്യുകയാണെങ്കിൽ അതിനുള്ളിലൂടെ തന്നെ മറ്റൊരു വാൽവ് നമുക്ക് ഇതുപോലെ ചെയ്യാനും സാധിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു 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 പ്രത്യേകത. അപ്പം ഇതെല്ലാമാണ് നമ്മൾ സാധാരണഗതിയിൽ ഒരു വാൽവ് ഹാർട്ടിൻ്റെ വാൽവുകളുടെ അസുഖങ്ങളും അതിൻ്റെ ചികിത്സാ രീതികളുടെ ഒരു ചുരുക്കം. ഇനി കൂടുതൽ അറിയാനായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ ബന്ധപ്പെട്ടാൽ മതിയാവും. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.